എസ് എ ഗോൾഡ് ഡയമണ്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു വളകളുടെ സെറ്റാണ് കേട്ടോ. സാധാരണ നമ്മളിപ്പോഴും ബ്രൈഡൽ സെറ്റുകളാണ് പരിചയപ്പെടാറ്. നമുക്ക് ബ്രൈഡലിനും അതുപോലെ വീട്ടിലെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള കുറച്ച് വളകൾ പരിചയപ്പെട്ടാലോ. എല്ലാം നമുക്ക് ലൈറ്റ് വെയിറ്റിൽ വരുന്നതാണ് കേട്ടോ. സാധാരണ നമ്മൾ കാണുന്നതിലേക്കാളും വ്യത്യാസമായിട്ടുള്ള ഒരു പവനിൽ വരുന്ന ഒരു പവൻ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന വളകളാണ്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാറിയെടുക്കാനും വാങ്ങുന്ന വളകളാണ്. അതിൽ നമ്മൾ സാധാരണ കാണുന്നതിനേക്കാൾ കുറച്ച് വ്യത്യാസമായിട്ടുള്ള വളകൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഇതിൽ വരുന്ന ഓരോരോ വളകളായിട്ട് പരിചയപ്പെടാം. എല്ലാം നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പാറ്റേണുകളാണ് ഇതിൽ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെയും ഭംഗി നമ്മൾ കുറച്ചും കൂടിയും സൂം ചെയ്ത് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഓരോന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ വരുന്ന ഓരോരോ വളകൾ പരിചയപ്പെടാമെന്ന് പറഞ്ഞല്ലോ. ഇതിൽ വരുന്ന ആദ്യത്തെ സെറ്റ് പരിചയപ്പെടാം കേട്ടോ. ഇതിൽ വരുന്ന 3 വളകളാണ്. എല്ലാം ഓരോ പവൻ്റെ വളകളാണ് വരിക. ഉള്ളിൽ കുറച്ച് കെറുവൊക്കെ ആയിട്ടുള്ള ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനുള്ളിൽ പ്ലാസ്റ്റിക്കിൻ്റെ വളയൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം റഫ് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ വരുന്നതാണ് കേട്ടോ ഇത് വരുന്നത്. നമുക്കിതിൽ വരുന്ന അടുത്ത സെറ്റ് പരിചയപ്പെടാം കേട്ടോ. ഇതും നമുക്ക് ഓരോ പവൻ്റെ വളകൾ തന്നെയാണ് വരിക. ഇതിൽ നമുക്ക് ഇനാമൽ, അതായത് റോഡിയം ടിപ്പ് ചെയ്തിട്ടുള്ള വളയാണ് വരിക. വൈറ്റ് കളറുള്ള റോഡിയം ടിപ്പ് ചെയ്തിട്ടുള്ള വള വരിക. ഇതും നമ്മൾ ഉൾഭാഗം കെറിവ് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്ലാസ്റ്റിക്കിൻ്റെ വളയൊക്കെ ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം റഫ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വള തന്നെയാണ് കേട്ടോ ഇതും വരുന്നത് കേട്ടോ. നമുക്കിതിൽ വരുന്ന നെക്സ്റ്റ് സെറ്റ് പരിചയപ്പെടാം. ഇതും വരിക നമുക്ക് ഓരോ പവൻ്റെ തന്നെ. ഇതിൽ നമുക്ക് ഇനാമൽ, റോഡിയം ഇനാമലൊക്കെ ചെയ്തിട്ടുള്ള ടൈപ്പിൽ വളകൾ വരുന്നതാണ്. ഇത് കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വീതി കുറഞ്ഞിട്ട് ഉറപ്പിൽ വരുന്നതാണ്. ഇതിൽ കൂടുതലും റോഡിയം ഫിനിഷിങ്ങിൽ വരുന്നതാണ് കേട്ടോ. ഇതും നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും അതുപോലെ അത്യാവശ്യം റെഗുലർ യൂസ് ആയിട്ട് പറ്റുന്നതുമാണ് കേട്ടോ വളകൾ വരുന്നത് കേട്ടോ. അടുത്ത് വരുന്ന വള പരിചയപ്പെടാം. ഇത് വരെ നമുക്ക് റോഡിയം ചെയ്തിട്ടുള്ള വളയാണ് കേട്ടോ. ഇത് കുറച്ച് നെറ്റ് ടൈപ്പ് വളയാണ്. അതുകൊണ്ട് നമുക്കിത് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. റെഗുലർ യൂസ് കുറച്ച് കെയർ ചെയ്ത് ഉപയോഗിക്കുന്ന ടൈപ്പ് വർക്കിൽ വരുന്നതാണ് കേട്ടോ ഇത് വരിക. നമുക്കിതിൽ വരുന്ന അടുത്ത വള പരിചയപ്പെടാം. ഇത് നമുക്ക് റെഗുലർ യൂസിനൊക്കെ പറ്റുന്ന ടൈപ്പിൽ കുറച്ച് വീതിയിൽ വരുന്ന ടൈപ്പ് വളയാണ് വരിക. ഇതിനുള്ളിൽ പ്ലാസ്റ്റിക്കിൻ്റെ വളയൊക്കെ ഇടുകയാണെങ്കിൽ അതൊരു അടിഭാഗം കെറിവ് പോലെയാണ്. ഇതിൽ പ്ലാസ്റ്റിക്കിൻ്റെ വളയൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് റഫ് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ വരുന്ന ഒരു പവൻ്റെ വളയാണ് കേട്ടോ. ഇത് പല വെയിറ്റ് നമുക്ക് അവൈലബിൾ ആണ്. 6 ഗ്രാം മുതൽ 5 ഗ്രാം മുതൽ നമുക്കിത് പണിയാൻ സാധിക്കും. നമ്മളിതിപ്പോൾ കാണിച്ചേക്കുന്നത് 8 ഗ്രാമിൻ്റെ വളയാണ് ഇത് കാണിച്ചേക്കുന്നത്. നമുക്കിതിൽ വരുന്ന അടുത്ത സെറ്റ് പരിചയപ്പെടാം കേട്ടോ. ഇതും നമുക്ക് ഓരോ പവൻ്റെ വളകൾ തന്നെയാണ് വരിക. ഇതിൽ നമുക്ക് ഇനാമൽ, അതായത് റോഡിയം ടിപ്പ് ചെയ്തിട്ടുള്ള വളയാണ് വരിക. വൈറ്റ് കളറുള്ള റോഡിയം ടിപ്പ് ചെയ്തിട്ടുള്ള വള വരിക. നമുക്കിതിൽ വരുന്ന അടുത്ത വള പരിചയപ്പെടാം. ഇത് നമുക്ക് റെഗുലർ യൂസിനൊക്കെ പറ്റുന്ന ടൈപ്പിൽ കുറച്ച് വീതിയിൽ വരുന്ന ടൈപ്പ് വളയാണ് വരിക. ഇതിനുള്ളിൽ പ്ലാസ്റ്റിക്കിൻ്റെ വളയൊക്കെ ഇടുകയാണെങ്കിൽ അതൊരു അടിഭാഗം കെറിവ് പോലെയാണ്. ഇതിൽ പ്ലാസ്റ്റിക്കിൻ്റെ വളയൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് റഫ് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ വരുന്ന ഒരു പവൻ്റെ വളയാണ് കേട്ടോ. ഇത് പല വെയിറ്റ് നമുക്ക് അവൈലബിൾ ആണ്. 6 ഗ്രാം മുതൽ 5 ഗ്രാം മുതൽ നമുക്കിത് പണിയാൻ സാധിക്കും. നമ്മളിതിപ്പോൾ കാണിച്ചേക്കുന്നത് 8 ഗ്രാമിൻ്റെ വളയാണ് ഇത് കാണിച്ചേക്കുന്നത്. നമുക്ക് റെഗുലർ യൂസിനൊക്കെ പറ്റുന്ന ടൈപ്പിൽ കുറച്ച് വീതിയിൽ വരുന്ന ടൈപ്പ് വളയാണ് വരിക. ഇതിനുള്ളിൽ പ്ലാസ്റ്റിക്കിൻ്റെ വളയൊക്കെ ഇടുകയാണെങ്കിൽ അതൊരു അടിഭാഗം കെറിവ് പോലെയാണ്. ഇതിൽ പ്ലാസ്റ്റിക്കിൻ്റെ വളയൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് റഫ് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ വരുന്ന ഒരു പവൻ്റെ വളയാണ്. നമുക്കിതിൽ വരുന്ന നെക്സ്റ്റ് സെറ്റ് പരിചയപ്പെടാം. ഇതും വരിക നമുക്ക് ഓരോ പവൻ്റെ തന്നെ. ഇതിൽ നമുക്ക് ഇനാമൽ, റോഡിയം ഇനാമലൊക്കെ ചെയ്തിട്ടുള്ള ടൈപ്പിൽ വളകൾ വരുന്നതാണ്. ഇത് കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ടൈപ്പാണ്. അതുകൊണ്ട് കുറച്ച് വീതി കുറഞ്ഞിട്ട് ഉറപ്പിൽ വരുന്നതാണ്. ഇതിൽ കൂടുതലും റോഡിയം ഫിനിഷിങ്ങിൽ വരുന്നതാണ്. ഇതും വരിക നമുക്ക് ഓരോ പവൻ്റെ തന്നെ. ഇതിൽ നമുക്ക് ഇനാമൽ, റോഡിയം ഇനാമലൊക്കെ ചെയ്തിട്ടുള്ള ടൈപ്പിൽ വളകൾ വരുന്നതാണ്. 3 വളകളാണ്. എല്ലാം ഓരോ പവൻ്റെ വളകളാണ് വരിക. ഉള്ളിൽ കുറച്ച് കെറിവൊക്കെ ആയിട്ടുള്ള ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനുള്ളിൽ പ്ലാസ്റ്റിക്കിൻ്റെ വളയൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം റഫ് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ വരുന്നതാണ് കേട്ടോ ഇത് വരുന്നത്. നമുക്കിതിൽ വരുന്ന അടുത്ത സെറ്റ് പരിചയപ്പെടാം കേട്ടോ. ഇതും നമുക്ക് ഓരോ പവൻ്റെ വളകൾ തന്നെയാണ് വരിക. ഇതിൽ നമുക്ക് ഇനാമൽ, അതായത് റോഡിയം ടിപ്പ് ചെയ്തിട്ടുള്ള വളയാണ് വരിക. വൈറ്റ് കളറുള്ള റോഡിയം ടിപ്പ് ചെയ്തിട്ടുള്ള വള വരിക. ഇതും നമ്മൾ ഉൾഭാഗം കെറിവ് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്ലാസ്റ്റിക്കിൻ്റെ വളയൊക്കെ ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം റഫ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വള തന്നെയാണ് കേട്ടോ ഇതും വരുന്നത് കേട്ടോ. നമുക്കിതിൽ വരുന്ന അടുത്ത സെറ്റ് പരിചയപ്പെടാം കേട്ടോ. ഇതും നമുക്ക് ഓരോ പവൻ്റെ വളകൾ തന്നെയാണ് വരിക. ഇതിൽ നമുക്ക് ഇനാമൽ, അതായത് റോഡിയം ടിപ്പ് ചെയ്തിട്ടുള്ള വളയാണ് വരിക. വൈറ്റ് കളറുള്ള റോഡിയം ടിപ്പ് ചെയ്തിട്ടുള്ള വള വരിക. ഇതും നമ്മൾ ഉൾഭാഗം കെറിവ് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്ലാസ്റ്റിക്കിൻ്റെ വളയൊക്കെ ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം റഫ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വള തന്നെയാണ് കേട്ടോ ഇതും വരുന്നത് കേട്ടോ. നമുക്കിതിൽ വരുന്ന അടുത്ത വള പരിചയപ്പെടാം. ഇത് നമുക്ക് റെഗുലർ യൂസിനൊക്കെ പറ്റുന്ന ടൈപ്പിൽ കുറച്ച് വീതിയിൽ വരുന്ന ടൈപ്പ് വളയാണ് വരിക. ഇതിനുള്ളിൽ പ്ലാസ്റ്റിക്കിൻ്റെ വളയൊക്കെ ഇടുകയാണെങ്കിൽ അതൊരു അടിഭാഗം കെറിവ് പോലെയാണ്. ഇതിൽ പ്ലാസ്റ്റിക്കിൻ്റെ വളയൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് റഫ് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ വരുന്ന ഒരു പവൻ്റെ വളയാണ് കേട്ടോ. ഇത് പല വെയിറ്റ് നമുക്ക് അവൈലബിൾ ആണ്. 6 ഗ്രാം മുതൽ 5 ഗ്രാം മുതൽ നമുക്കിത് പണിയാൻ സാധിക്കും. നമ്മളിതിപ്പോൾ കാണിച്ചേക്കുന്നത് 8 ഗ്രാമിൻ്റെ വളയാണ് ഇത് കാണിച്ചേക്കുന്നത്. ഇതിൽ വരുന്ന 3 വളകളാണ്. എല്ലാം ഓരോ പവൻ്റെ വളകളാണ് വരിക. ഉള്ളിൽ കുറച്ച് കെറിവൊക്കെ ആയിട്ടുള്ള ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനുള്ളിൽ പ്ലാസ്റ്റിക്കിൻ്റെ വളയൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം റഫ് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ വരുന്നതാണ് കേട്ടോ ഇത് വരുന്നത്. നമുക്കിതിൽ വരുന്ന നെക്സ്റ്റ് സെറ്റ് പരിചയപ്പെടാം. ഇതും വരിക നമുക്ക് ഓരോ പവൻ്റെ തന്നെ. ഇതിൽ നമുക്ക്
ഇനാമൽ, റോഡിയം ഇനാമലൊക്കെ ചെയ്തിട്ടുള്ള ടൈപ്പിൽ വളകൾ വരുന്നതാണ്. ഇത് കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ടൈപ്പാണ്, അതുപോലെ തന്നെ കുറച്ച് വീതി കുറഞ്ഞിട്ട് ഉറപ്പിൽ വരുന്നതാണ്. ഇതിൽ കൂടുതലും റോഡിയം ഫിനിഷിങ്ങിൽ വരുന്നതാണ് കേട്ടോ. ഇതും നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും അതുപോലെ അത്യാവശ്യം റെഗുലർ യൂസ് ആയിട്ട് പറ്റുന്നതുമാണ് കേട്ടോ വളകൾ വരുന്നത് കേട്ടോ. നമുക്കിതിൽ വരുന്ന നെക്ക് സെറ്റ് പരിചയപ്പെടാം. ഇതും വരിക നമുക്ക് ഓരോ പോയിന്റ് തന്നെ. ഇതിൽ നമുക്ക് ഇനാമൽ, റോഡിയം ഇനാമലൊക്കെ ചെയ്തിട്ടുള്ള ടൈപ്പിൽ വളകൾ വരുന്നതാണ്. ഇത് കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ടൈപ്പാണ്, അതുപോലെ തന്നെ കുറച്ച് വീതി കുറഞ്ഞിട്ട് ഉറപ്പിൽ വരുന്നതാണ്. ഇതിൽ കൂടുതലും റോഡിയം ഫിനിഷിങ്ങിൽ വരുന്നതാണ് കേട്ടോ. ഇതും നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും അതുപോലെ അത്യാവശ്യം റെഗുലർ യൂസ് ആയിട്ട് പറ്റുന്നതുമാണ് കേട്ടോ വളകൾ വരുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ പോയിന്റ് വളകൾ പരിചയപ്പെട്ടല്ലോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.